രാഷ്ട്രീയം പറയും എന്നുള്ളതാണ് നിർബന്ധം. ഒരു ചാൻസ് BJPക്ക് കൊടുക്കാം, അവരെന്താ ചെയ്യണമെന്നുള്ളതും കൂടി നമ്മൾ നോക്കാം, പിന്നെ വിലയിരുത്താമല്ലോ. നമ്മൾ എത്തി നിൽക്കുന്നത് തേക്കിൻകാട് മൈതാനത്താണ്. വടക്കുന്നാഥൻ്റെ നടയിലാണ്, തെക്കേ നടയിലാണ്. ഇത്തവണ ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ ഈ തെക്കേ നടയിലൂടെ ഇറങ്ങി വിജയിച്ചു പോകുന്ന ആരാണെന്ന് അറിയുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇന്നലെ ഉണ്ടായിരുന്ന ആൾ ഇന്ന് രാവിലെ വിളിച്ചുമ്പോൾ വേറെ പാർട്ടിയിൽ പോകണം. ഉത്തരേന്ത്യയിലാണ് കണ്ടിരുന്നത്. പല പാർട്ടിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് മാറുന്നു, അവിടെ സ്ഥാനാർത്ഥിയാവണം. അധികാരം കിട്ടാതായപ്പോൾ ഞാൻ ഉടനെ കോൺഗ്രസ്സാണ്. കോൺഗ്രസിനായുള്ള അനിയനും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടിയിലേക്കാണ് പോകണമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. പത്മജ ഇന്നലെ വരെ കോൺഗ്രസ് ആയിരുന്നു. ഒരു ലീഡർ, കേരളം ഭരിച്ചിരുന്ന ലീഡറുടെ മകളാണ് പോണത് BJPയിലേക്ക്. LDF തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇടതുപക്ഷം വന്നേ മതിയാവും. സാധാരണക്കാരൻ വളർന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. ആ പാർട്ടിയുടെ നേതാക്കളും ലീഡർഷിപ്പും ശതകോടീശ്വരന്മാരായ അനുഭവം നമുക്കുണ്ട്. തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിനേക്കാൾ ബെറ്റർ ആണോ കേരളത്തിൽ? തമിഴ്നാട്ടിലും വളരെ വളരെ ബെറ്ററാണ്. ഇവിടെ ഉള്ള ആൾക്കാർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ നിന്ന് പറഞ്ഞ ഔട്ട് ഓഫ് എമോഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ എന്തെങ്കിലും പൈസവോ ഗിഫ്റ്റോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് വോട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. മറ്റത്തൂർ ഒന്നായ കഥ ബഹുമാനപ്പെട്ട VD സതീശന്റെ അടുത്ത് ഒന്ന് ചോദിക്കേണ്ടതാണ്. ഇപ്പോഴും അതിൽ അദ്ദേഹം ചോദിക്കാൻ അവസരം തന്നാൽ ചോദിക്കാം.